പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വെൽക്കം ടു ലേൺ വിത്ത് ARM. കേരളത്തിലെ നവോത്ഥാന നായകന്മാരുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ 7ാമത്തെ ക്ലാസ് ആണ്. മന്നത്ത് പത്മനാഭൻ 1878 മുതൽ 1970 വരെയുള്ള കാലഘട്ടം. മന്നത്ത് പത്മനാഭന്റെ കാലഘട്ടം 1878 മുതൽ 1970 വരെയുള്ള കാലഘട്ടം. 1878 ജനുവരി 2 കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്കടുത്ത് പെരുന്നയിലാണ് ഈശ്വരൻ നമ്പൂതിരിയുടെയും മന്നത്ത് പാർവതി അമ്മയുടെയും മകനായിട്ട് മന്നത്ത് പത്മനാഭൻ ജനിച്ചത്. 1878 കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ പെരുന്നയിലെ ഈശ്വരൻ നമ്പൂതിരിയുടെയും മന്നത്ത് പാർവതി അമ്മയുടെയും മകനായിട്ട് മന്നത്ത് പത്മനാഭൻ ജനിച്ചു. നായർ സമുദായ പരിഷ്കർത്താവായിരുന്നു മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് താലികെട്ട് കല്യാണം എന്ന ശൈശവ വിവാഹം നിർത്തലാക്കിയത്. കല്യാണം എന്ന ശൈശവ വിവാഹം നിർത്തലാക്കിയത് ആരാണ് എന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭനാണ്. 1914 ഒക്ടോബർ 31 നായർ സമുദായ ഭൃത്യജന സംഘം എന്ന പേരിൽ ഒരു സംഘടന മന്നത്തിന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിക്കപ്പെട്ടു. എന്താണ്? 1914 ഒക്ടോബർ 31 നായർ സമുദായ ഭൃത്യജന സംഘം എന്ന പേരിൽ ഒരു സംഘടന മന്നത്തിന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിക്കപ്പെട്ടു. സ്കൂൾ ഇൻസ്പെക്ടർ ആയിരുന്ന കെ പരമപിള്ളയുടെ നിർദ്ദേശപ്രകാരം നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് പിന്നീട് സ്വീകരിച്ചു. 1914 ഒക്ടോബർ 31 ആയിരുന്നു അത് സംഘടന ആരംഭിച്ചത്. നായർ ഭൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? കെ കണ്ണൻ നായരാണ്. ആരാണ്? കെ കണ്ണൻ നായരാണ് നായർ ഭൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത്. ഓക്കെ അല്ലേ? പിന്നെ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് ഏത്? നായർ സർവീസ് സൊസൈറ്റി. നായർ സർവീസ് സൊസൈറ്റിയുടെ മാതൃക ഏതാണ് എന്ന് ചോദിച്ചാൽ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ പറയുന്ന കാര്യം എന്താ? മലയാളി സഭ, കേരളീയ നായർ സംഘടന എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സംഘടനയാണ് NSS. എന്താണ്? മലയാളി സഭ, കേരളീയ നായർ സംഘടന എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സംഘടനയാണ് NSS. NSSന്റെ ആദ്യ കരയോഗം സ്ഥാപിതമായ സ്ഥലമാണ് തട്ട. എവിടെയാണ്? തട്ടയിൽ. 1929 തട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് NSSന്റെ ആദ്യത്തെ കരയോഗം സ്ഥാപിതമായത്. NSSന്റെ പ്രഥമ പ്രസിഡന്റ് കെ കേളപ്പൻ. NSSന്റെ പ്രഥമ പ്രസിഡന്റ് ആരാണ്? കെ കേളപ്പനും. പ്രഥമ ജനറൽ സെക്രട്ടറി ആരാണ്? മന്നത്ത് പത്മനാഭനുമായിരുന്നു. പ്രഥമ പ്രസിഡന്റ് ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനുമായിരുന്നു. പനങ്ങാട്ട് കേശവ പണിക്കരായിരുന്നു ആദ്യത്തെ ഖജാൻജി. 1951 NSSന്റെ ഉൽപ്പന്ന പിരിവിന് വേണ്ടി പന്തളം KP രാമൻപിള്ള രചിച്ച അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന കവിതയാണ് സൊസൈറ്റിയുടെ പ്രാർത്ഥനാ ഗീതമായി അംഗീകരിച്ചിട്ടുള്ളത്. ഏതാണ്? അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന പന്തളം KP രാമൻപിള്ള രചിച്ച കവിതയാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രാർത്ഥന ഗീതമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? പിന്നെ പറയുന്ന കാര്യം എന്താ? നായർ സർവീസ് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ NSSന്റെ ആസ്ഥാനം ചങ്ങനാശ്ശേരിക്ക് അടുത്തുള്ള പെരുന്നയിലാണ് അല്ലെ? NSSന്റെ പ്രസിദ്ധീകരണമാണ് 1919 ആരംഭിച്ച സർവീസ്. ഏതാണ്? സർവീസ് എന്ന് പറയുന്ന പ്രസിദ്ധീകരണം. കറുകച്ചാൽ എന്ന സ്ഥലത്തു നിന്നുമാണ് സർവീസ് എന്ന മുഖപത്രം ആരംഭിച്ചത്. എന്റെ ദേവനും ദേവിയും എന്റെ സംഘടനയാണ് എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് ആര്? മന്നത്ത് പത്മനാഭൻ. NSSന്റെ ആദ്യത്തെ സ്കൂൾ സ്ഥാപിച്ചതും എവിടെയാണ്? കറുകച്ചാലിലാണ്. അതായത് സർവീസ് എന്ന മുഖപത്രം ആരംഭിച്ചത് കറുകച്ചാലിൽ നിന്നുമാണ്. അതേ കറുകച്ചാലിൽ നിന്നുമാണ് NSSന്റെ ആദ്യത്തെ സ്കൂൾ സ്ഥാപിച്ചതും. 1916 NSSന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള നായർ മഹാസമ്മേളനം നടന്നു. 1916. 1921 ശ്രീമൂലം പ്രജാസഭയിൽ മന്നത്ത് പത്മനാഭൻ അംഗമായി. 1921
1924 അല്ലെങ്കിൽ ഒക്ടോബർ 1 വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് വൈക്കത്ത് നിന്നും തിരുവനന്തപുരം വരെ മന്നം സംഘടിപ്പിച്ച സവർണ ജാഥ ചരിത്രത്തിൽ ഇടം നേടി. അത് അല്ലെ നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. സവർണ ജാഥ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. സവർണ ജാഥ എവിടെ മുതൽ എവിടെ വരെയാണ്? വൈക്കത്ത് നിന്നും തിരുവനന്തപുരം ജില്ലയിലായിരുന്നു. എന്നായിരുന്നു? 1924 ഒക്ടോബർ 1 അല്ലെ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റായും ആര് പ്രവർത്തിച്ചിട്ടുണ്ട്? മന്നത്ത് പത്മനാഭൻ പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട 1947 മുതുകുളം പ്രസംഗം മന്നത്തിന്റേതാണ്. മുതുകുളം പ്രസംഗം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. മുതുകുളം പ്രസംഗം ആരുടേതാണ്? മന്നത്ത് പത്മനാഭന്റേതാണ്. 1949 മന്നത്തിനെ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1949 1949 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റായി മന്നത്ത് പത്മനാഭൻ സേവനമനുഷ്ഠിച്ചു. എന്താണ്? 1949 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് മന്നത്ത് പത്മനാഭൻ സേവനമനുഷ്ഠിച്ചു. 1950 ആർ ശങ്കറിന്റെ സഹായത്തോടെ ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി. NSS ആരംഭിച്ച പാർട്ടിയാണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. എന്താണ്? നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി അല്ലെ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? 1959 ആദ്യ കേരള മന്ത്രിസഭയ്ക്കെതിരെ നടന്ന വിമോചന സമരത്തിന് മന്നം നേതൃത്വം നൽകി. ഈ സമരത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ EMSന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ പിരിച്ചുവിട്ടു. അപ്പോൾ ഒന്നാം കേരള സർക്കാരിനെ പിരിച്ചുവിടാൻ കാരണമായ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? പിന്നീട് പറയുന്ന കാര്യം എന്താ? 1959 വിമോചന സമരവുമായി ബന്ധപ്പെട്ട അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരം വരെ ജീവശിഖായാത്ര. ഏതാണ്? ജീവശിഖായാത്ര മന്നത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. അപ്പൊ ജീവശിഖായാത്ര നടന്നത് അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരം വരെ ആയിരുന്നു. ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? 1959 വിമോചന സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ അല്ലേ? പിന്നെ പറയുന്ന കാര്യം എന്താ? വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബില്ലിലെ നിർദ്ദേശങ്ങളായിരുന്നു വിമോചന സമരത്തിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അല്ലെ. ആർ ശങ്കറുമായി ചേർന്ന് മന്നം രൂപീകരിച്ച സംഘടനയാണ് ഏത്? ഹിന്ദു മഹാമണ്ഡലം. ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രിയായ ആർ ശങ്കറുമായി ചേർന്ന് മന്നത്ത് പത്മനാഭൻ രൂപീകരിച്ച സംഘടനയാണ് ഏത്? ഹിന്ദു മഹാമണ്ഡലം. ഓക്കെ. 1959 ഭാരത കേസരി ബഹുമതി നൽകി രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിൽ നിന്നും ആദരിക്കപ്പെട്ടു. ഭാരത കേസരി 1959. അപ്പോ ഭാരത കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ് എന്നുള്ളത് മനസ്സിലാക്കുക അല്ലെ. പിന്നെ പറയുന്ന കാര്യം എന്താ? 1966 പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. 1966. പിന്നെ പറയുന്ന കാര്യം എന്താ? BBC-യിൽ മലയാളത്തിൽ പ്രസംഗിച്ച വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. BBC-യിൽ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റ് കമ്പനിയിൽ അല്ലെങ്കിൽ BBC-യിൽ മലയാളത്തിൽ പ്രസംഗിച്ച വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്ന് വിളിക്കുന്നുണ്ട്. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്ന് അറിയപ്പെടുന്ന ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കരായിരുന്നു. ആരാണ്? സർദാർ KM പണിക്കരായിരുന്നു. ഓക്കെ അല്ലേ? എന്റെ ജീവിത സ്മരണകൾ എന്നതാണ് ഇദ്ദേഹത്തിന്റെ ആത്മകഥ. എന്റെ ജീവിത സ്മരണകൾ എന്നുള്ളതാണ് മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ. പഞ്ചകല്യാണി നിരൂപണം എന്ന കൃതിയും ഇദ്ദേഹത്തിൻ്റെതാണ്. എന്റെ ജീവിത സ്മരണകൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ എന്താണ്? ആത്മകഥയാണ്. പഞ്ചകല്യാണി നിരൂപണം എന്ന കൃതിയും ആരുടേതാണ്? മന്നത്ത് പത്മനാഭന്റേതാണ്. തത്വചിന്ത എന്നത് മന്നത്ത് പത്മനാഭന്റെ ഭാര്യയായിരുന്ന തോട്ടയ്ക്കാട് മാധവിയമ്മയുടെ പ്രസിദ്ധമായ രചനയാണ്. ഏതാണ്? തത്വചിന്ത. പിന്നെ പറയുന്ന കാര്യം എന്താ? കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിതയാണ് ആര്? തോട്ടയ്ക്കാട് മാധവിയമ്മ. 1970 ഫെബ്രുവരി 25 അദ്ദേഹം അന്തരിച്ചു. 1970 ഫെബ്രുവരി 25 മന്നത്ത് പത്മനാഭൻ അന്തരിക്കുന്നത്. മന്നത്ത് പത്മനാഭൻ ആൻഡ് റിവൈവൽ ഓഫ് നായേഴ്സ് ഇൻ കേരള എന്ന പുസ്തകം രചിച്ചത് V ബാലകൃഷ്ണനും ലീലാദേവിയും ചേർന്നാണ്. എന്താണ്? മന്നത്ത് പത്മനാഭൻ ആൻഡ് റിവൈവൽ ഓഫ് നായേഴ്സ് ഇൻ കേരള എന്ന പുസ്തകം രചിച്ചത് V ബാലകൃഷ്ണനും ലീലാദേവിയും ചേർന്നാണ്.
1989 മന്നത്തിനോടുള്ള ആദരസൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് അദ്ദേഹത്തിന്റെ സ്റ്റാമ്പ് പുറത്തിറക്കി 1989. 2015 മുതൽ മന്നം ജയന്തി ജനുവരി 2-ാം തീയതി പൊതു അവധി ദിനമായിട്ട് കേരള സർക്കാർ പ്രഖ്യാപിച്ചു. 2014 അതിന്റെ ഉത്തരവ് വന്നത്. അതിന്റെ ഉത്തരവ് പ്രകാരം 2015 മുതൽ ജനുവരി 2 മന്നം ജയന്തി എന്ന് പറയുന്നത് കേരളത്തിൽ പൊതു അവധിയായിട്ട് കേരള സർക്കാർ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആരെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത്, മന്നത്ത് പത്മനാഭനെ കുറിച്ച് പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അടുത്ത നവോത്ഥാന നായകനിലേക്ക് നമ്മൾ കയറുകയാണ്. അടുത്ത നവോത്ഥാന നായകൻ ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാരഗുരുദേവൻ എന്നറിയപ്പെടുന്ന പൊയ്കയിൽ യോഹന്നാൻ. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1879 മുതൽ 1939 വരെയുള്ള കാലഘട്ടം. പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ തിരുവല്ലയ്ക്കടുത്തുള്ള ഇരവിപേരൂർ ഗ്രാമത്തിലെ ശങ്കരമംഗലത്ത് 1879 ഫെബ്രുവരി 17 ജനിക്കുന്നത്. പൊയ്കയിൽ ശ്രീകുമാരഗുരുദേവൻ തിരുവല്ലയ്ക്കടുത്തുള്ള ഇരവിപേരൂർ ഗ്രാമത്തിലെ ശങ്കരമംഗലത്ത് 1879 ഫെബ്രുവരി 17 ജനിച്ചു. പുലയൻ മത്തായി, യോഹന്നാൻ ഉപദേശി, പൊയ്കയിൽ അപ്പച്ചൻ, കേരള നെപ്പോളിയൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? കുമാരഗുരുദേവൻ. പൊയ്കയിൽ യോഹന്നാൻ അല്ലെ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്കയിൽ യോഹന്നാൻ ലഭിച്ച ആത്മീയ അപരനാമമാണ് എന്ത്? കുമാരഗുരുദേവൻ. ഏതാണ്? കുമാരഗുരുദേവൻ. അപ്പോൾ അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഓക്കെ അല്ലെ. 1909 അദ്ദേഹം പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS സ്ഥാപിച്ചു. 1909 ഇതിന്റെ ആസ്ഥാനം പത്തനംതിട്ട ജില്ലയിലെ എവിടെയാണ്? ഇരവിപേരൂരാണ് PRDSന്റെ ആസ്ഥാനം. എന്നാണ് PRDS സ്ഥാപിച്ചത്? 1909 ഓക്കെ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആരാധനാ കേന്ദ്രങ്ങൾ മന്ദിരം എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആരാധനാ കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് മന്ദിരം എന്നാണ് അറിയപ്പെടുന്നത്. PRDSന്റെ മുഖപത്രം ഏതാണ്? ആദിയാർ ദീപം എന്നാണ് അറിയപ്പെടുന്നത്. ആദിയാർ ദീപം എന്നാണ് PRDSന്റെ മുഖപത്രം അറിയപ്പെടുന്നത്. ആദിയാർ ദീപം. ഇരവിപേരൂരിലുള്ള PRDSന്റെ ആസ്ഥാനം മഹാമന്ദിരം എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? മഹാമന്ദിരം എന്നാണ് ഇരവിപേരൂരിലുള്ള PRDSന്റെ ആസ്ഥാനം അറിയപ്പെടുന്നത്. മഹാമന്ദിരം. യോഹന്നാനെ ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചത് മുത്തൂറ്റ് ആരാണ്? കൊച്ചുകുഞ്ഞാണ്. യോഹന്നാനെ ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചത് ആരാണ്? മുത്തൂറ്റ് കൊച്ചുകുഞ്ഞാണ്. ക്രൈസ്തവനും ഹിന്ദുവും അല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹിക പരിഷ്കർത്താവാണ് പൊയ്കയിൽ യോഹന്നാൻ. എന്താണ്? ക്രൈസ്തവനും ഹിന്ദുവും അല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? പൊയ്കയിൽ യോഹന്നാൻ. ക്രിസ്തു മതത്തിനുള്ളിൽ ദളിതരോടുള്ള വിവേചനത്തിനെതിരെ അദ്ദേഹം പ്രവർത്തിച്ചു. എന്താണ്? ക്രിസ്തു മതത്തിനുള്ളിൽ ദളിതരോടുള്ള വിവേചനത്തിനെതിരെ അദ്ദേഹം എന്ത് ചെയ്തു? പ്രവർത്തിച്ചു എന്ന് പറയുന്നു. ഓക്കെ. പിന്നെ പറയുന്ന കാര്യം എന്താണ്? അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കായി യോഹന്നാൻ നടത്തിയ ലഹളകൾ അടിലഹള എന്ന് വിളിക്കപ്പെടുന്നു. എന്താണ്? അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കായി യോഹന്നാൻ നടത്തിയ ലഹളകൾ അടിലഹള എന്ന് വിളിക്കപ്പെട്ടിരുന്നു. വാകത്താനം ലഹള, വെള്ളനാടി ലഹള, മുണ്ടക്കയം ലഹള, കൊഴുക്കുംചിറ ലഹള, മംഗലം ലഹള എന്നിവയെല്ലാം പൊയ്കയിൽ യോഹന്നാൻ നടത്തിയ ലഹളകളാണ്. ഏതൊക്കെയാ? വാകത്താനം ലഹള, വെള്ളനാടി ലഹള, മുണ്ടക്കയം ലഹള, കൊഴുക്കുംചിറ ലഹള, മംഗലം ലഹള എന്നിവയെല്ലാം പൊയ്കയിൽ യോഹന്നാൻ നടത്തിയ ലഹളകളാണ് എന്ന് പറയുന്നു. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്കായി ആദ്യ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചതും ആര് തന്നെയാണ്? കുമാരഗുരുദേവനാണ്. എന്താ പറയുന്നത്? സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്ത ജാതിക്കാർക്കായി ആദ്യ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് ആരാണ്? കുമാരഗുരുദേവനാണ്. ഒന്നാം ലോക യുദ്ധകാലത്ത് പൊയ്കയിൽ യോഹന്നാന്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ ജാഥ നടന്നത് മാരംകുളത്ത് നിന്ന് കുളത്തൂർക്കുന്ന് വരെയാണ്. എന്താണ്? പൊയ്കയിൽ യോഹന്നാന്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ ജാഥ നടന്നത്. പിന്നെ പറയുന്ന കാര്യം എന്താ? സമാധാനം ലോകത്തിന് സമാധാനം എന്നതായിരുന്നു ഈ സമരത്തിന്റെ മുദ്രാവാക്യം.
ക്ലിയർ അല്ലേ? യോഹന്നാന്റെ കവിതകളുടെ സമാഹാരമാണ് രത്നമണികൾ. പൊയ്കയിൽ യോഹന്നാന്റെ കവിതകളുടെ സമാഹാരമാണ് രത്നമണികൾ എന്ന് പറയുന്ന സമാഹാരം. 1921 1931 അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. 1921 1931 പൊയ്കയിൽ യോഹന്നാൻ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. 1939 ജൂൺ 29 പൊയ്കയിൽ യോഹന്നാൻ അദ്ദേഹം അന്തരിക്കുകയാണ് ചെയ്തത്. 1939 ജൂൺ 29. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, മനിക്കിലെ മണി എന്ന നാടകം പൊയ്കയിൽ യോഹന്നാനെ കുറിച്ച് എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചാൽ വി ശാന്തകുമാർ ആണ്. എന്താണ്? മനിക്കിലെ മണി എന്ന നാടകം പൊയ്കയിൽ യോഹന്നാനെ കുറിച്ചാണ്. ആ നാടകം എഴുതിയത് ആരാണ്? വി ശാന്തകുമാറാണ്. ആരാണ്? വി ശാന്തകുമാറാണ് എഴുതിയത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ നവോത്ഥാന നായകന്മാർ എന്ന് പറയുന്ന ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആരെയൊക്കെ കുറിച്ചാണ്? പൊയ്കയിൽ യോഹന്നാനെ കുറിച്ചും പിന്നെ മന്നത്ത് പത്മനാഭനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്തത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത നവോത്ഥാന നായകന്റെ കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.